ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ACRT സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റീസെൻറ്റ് എക്സാംസിൽ പുതിയ ടെക്സ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റേഴ്സ് പഠിക്കാതെ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഈ റീസെൻ്റായിട്ട്. സോ ഭരണഘടനയും വഴികാട്ടിയും, കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് മഹാത്മാഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് വാചകങ്ങളോടെയാണ് ഇത് തുടങ്ങുന്നത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. ഉച്ചനീതങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എൻ്റെ പരിശ്രമം. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഈ ഒരു ഇത് വായിക്കാൻ നമുക്ക് ഈ ഒരു ഐഡിയോളജി വെച്ചിട്ട് ഗാന്ധിജിയാണെന്ന് നമുക്ക് തോന്നും. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാവുന്ന ഇന്ത്യ, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഈ ഒരു കോട്ട് പറഞ്ഞതാരാണ്? ഗാന്ധിജിയാണ്. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാവുന്ന ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് എന്നൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ഇവിടെ എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം അവരുടെ കാഴ്ചപ്പാടിൽ ഇതെങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിനി നോക്കിക്കാണാൻ പോകുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് നമുക്കറിയാലോ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിനകത്ത് ആരൊക്കെയാണ് പങ്കെടുത്തേ നോക്കിയേ? സൈനികർ, വർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളാണ് ഈ സമരത്തിൽ പങ്കാളികളായത്. ഈ സമരത്തിൽ ഇത്ര ആളുകളാണ് പങ്കാളികളായത്. ഇനി ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂടെ ദേശീയബോധം വളർത്തുന്നതിലൂടെ ഈ സമരം സഹായകമായി. അപ്പം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ എന്ത് വളർത്തി? ദേശീയബോധം വളർത്താൻ ഏത് സമരം കാരണമായി? 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമായി. ഈ ദേശീയബോധം ശക്തിപ്പെട്ടതോടുകൂടി വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ ഉയർന്നു വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്തു? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്തു? ഒരുപാട് ദേശീയബോധങ്ങൾ സൃഷ്ടിച്ചു. ഇതെന്ത് ചെയ്തു? പിന്നീട് പല പ്രാദേശിക സംഘടനകൾ രൂപം കൊള്ളുന്നതിന് കാരണമായി. പ്രാദേശിക സംഘടനകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞ ആദ്യത്തെ പോയിന്റിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ വന്നിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിൽ കർഷകർ, അങ്ങനെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ എന്നിവരാണ് ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നത്. ഇനി ജനങ്ങൾക്കിടയിൽ ഇത് എന്ത് വളർത്തി? ദേശീയബോധം വളർത്തി. ഈ ദേശീയബോധം എന്തിലേക്ക് നയിച്ചു? പ്രാദേശിക സംഘടനകൾ രൂപപ്പെടുത്തുന്നതിന് സഹായിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1855 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പോൾ എന്ത് ചെയ്തു? 1855 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതോടുകൂടി എന്ത് ചെയ്തു? ദേശീയ തലത്തിൽ ഒരു വലിയ സംഘടനയായിട്ട് ആര് മാറി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുകയും ചെയ്തു. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. അപ്പോൾ INC വന്നപ്പോഴാണ് ബ്രിട്ടീഷ് സംഘടിത കലാപങ്ങൾക്കെതിരെ എന്താണ് ഒരു സംഘടിതമായിട്ടുള്ള ഒരു മാനം വരുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതൊക്കെ നമുക്ക് വായിച്ചുവിടാവുന്നതേ ഉള്ളൂ. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പുവരുത്തുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ എന്താണ്? വിദേശ ഭരണം മാത്രമായിരുന്നില്ല, വിദേശ ഭരണം മാത്രം അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നില്ല, മറിച്ച് എന്തായിരുന്നു? നമ്മുടെ ഇവിടെ ഉള്ള ഓരോ ഇന്ത്യക്കാരൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തണം. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് എൻ ഹ്യൂമൻ ബീങ് എന്താണ്? മെച്ചപ്പെടുത്തണം എന്നാണ് ഇവർ ആഗ്രഹിച്ചത്. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തീവ്ര ദേശീയവാദം ഉൾപ്പെടെ
നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഗാന്ധിജി വന്നതോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് എന്ത് സ്വഭാവമാണ്? ബഹുജന സ്വഭാവം വന്ന് തുടങ്ങിയത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. എങ്ങനെയാണ്? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. സോഷ്യൽ ജസ്റ്റിസിനാണ് ആര് പ്രാധാന്യം കൊടുത്തിരുന്നത്? നമ്മുടെ ഗാന്ധിജി പ്രാധാന്യം കൊടുത്തത്. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സോഷ്യൽ ജസ്റ്റിസിന് അനുസരിച്ചുള്ള ഡെമോക്രസിക്കാണ് ആര് പ്രാധാന്യം കൊടുത്തിരുന്നത്? ഗാന്ധിജി പ്രാധാന്യം കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളും നമ്മുടെ ഭരണഘടനയെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണത്തെ സ്വാധീനിച്ചത്. താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഫാക്ടേഴ്സ് വേണമെന്നാണ് ഇവർ പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണമെന്ന് പറഞ്ഞത്? സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമത്വം, സോഷ്യൽ ജസ്റ്റിസ് വേണം, സാഹോദര്യം, ബ്രദർഹുഡ് വേണം, മതസൗഹാർദ്ദം, റിലീജിയസ് ഹാർമണി വേണം എന്നീ ആശയങ്ങളും ഒക്കെ എന്തിനു വേണം? നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇനി ഭരണഘടനയുടെ മുൻഗാമി എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയുടെ മുൻഗാമി നമ്മൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ബ്രിട്ടീഷുകാർ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകൾ പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യത്ത് പിന്തുടർന്നത്. അതായത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് മുമ്പ് വരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് പല ആശയങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാനുണ്ട്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് ഈ ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചത്. ഇത് നോക്കിക്കേ, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. 6 പ്രവിശ്യകളിൽ എന്താണ്? ദ്വിമണ്ഡല സഭകൾ. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻ 6 പ്രൊവിൻസസിൽ എന്ത്? ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. അത് എന്തിൻ്റെ ഫീച്ചറാണ്? ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്. പിന്നെ 321 വിഭാഗങ്ങളും 10 പട്ടികകളും 321 സെക്ഷൻസും 10 പട്ടികകളും 10 ഷെഡ്യൂൾസും. പട്ടികകളുടെ ഇംഗ്ലീഷ് ഷെഡ്യൂൾസ്, വിഭാഗങ്ങളുടേത് സെക്ഷൻസ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ദ്വിമണ്ഡല സഭകൾ എവിടെയാണ്? 6 പ്രവിശ്യകളിൽ. എത്ര വിഭാഗങ്ങളാണുള്ളത്? 321. 10 പട്ടികകളാണ് ഉള്ളത്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിൽ എന്താണ്? ദ്വിമണ്ഡല സഭ. ഇത് തെറ്റിപ്പോരുത്. കേന്ദ്രത്തിലാണ് എന്ത് ചെയ്യുന്നത്? ദ്വിമണ്ഡല സഭ വരുന്നത്. കേന്ദ്രത്തിലാണ് എന്ത് പറയുന്നത്? ദ്വിമണ്ഡല സഭ വരുന്നത്. അതോടൊപ്പം തന്നെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾക്ക് എന്നിവയ്ക്ക് എന്താണ്? പ്രത്യേക മണ്ഡലങ്ങൾ. ആർക്കൊക്കെയാണ്? ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, തൊഴിലാളികൾ എന്നിവർക്ക് എന്ത് മണ്ഡലങ്ങളാണ്? പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിക്കുന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പം കേന്ദ്രത്തിൽ എന്ത്? ദ്വിമണ്ഡല സഭ. ആർക്കൊക്കെയാണ്? വീക്കർ സെക്ഷൻസിനും കുട്ടികൾക്കും സ്ത്രീകൾക്കും തൊഴിലാളികൾക്കുമൊക്കെ എന്താണ്? സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇതാക്കുന്നു. ഇനി എന്താണ്? പവർ. ഇനി പവറിൻ്റെ കാര്യമാണ് പറയുന്നത്. കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യകളുമേ അധികാര വിഭജനം അനുവദിച്ചു. ഡിവിഷൻ ഓഫ് പവർ ആണ് ഇവിടെ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഡിവിഷൻ ഓഫ് പവർ ആണ് ഇവിടെ പറയുന്നത്. കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യകളുമായിട്ട് എന്താണ്? അധികാര വിഭജനം നടത്തി. നമുക്കിതൊന്നും കൂടി നോക്കാം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സവിശേഷതകൾ ഇത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എത്രയിലാണ്? ബൈക്യാമറൽ ദ്വിമണ്ഡല സഭകളുള്ളത് 6 പ്രവിശ്യകളിലാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ളത്. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. എവിടെയാണ്? കേന്ദ്രത്തിലാണ് ദ്വിമണ്ഡല സഭ. അതോടൊപ്പം പ്രത്യേക മണ്ഡലങ്ങൾ ആർക്കൊക്കെ? ദുർബല സ്ത്രീകൾക്ക്, ദുർബല വിഭാഗങ്ങൾക്ക്, സ്ത്രീകൾക്ക്, തൊഴിലാളികൾക്ക് എന്നിവർക്ക് വേണ്ടി. പിന്നെ അധികാര വിഭജനം. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകളുമായിട്ട് അധികാര വിഭജനം. ഇനി നമ്മൾ ഭരണഘടന നിർമ്മാണത്തിലേക്ക് പോവുകയാണ്. 1940 അധികാരമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു
സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമസംഹിത. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള നിയമസംഹിത വേണമെന്ന് പറഞ്ഞത് ആരായിരുന്നു? അത് ക്യാബിനറ്റ് മിഷൻ ആയിരുന്നു. ആരാണ്? ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യക്ക് സ്വതന്ത്രമായൊരു നിയമസംഹിത വേണമെന്ന് പറഞ്ഞത്. ഇനി ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കുന്നത്? ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് രൂപീകൃതമായതെന്നാണ് ഇവിടെ ഈ പോയിന്റിനകത്ത് എടുത്തു പറയുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത് എത്ര കാലം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നിർമ്മാണ കാലയളവിന് എത്ര? ഈ നമ്പർ പഠിച്ചാൽ മതി. റാങ്ക് ഫയലിലൊക്കെ പല പല നമ്പേഴ്സാണ് കിടക്കുന്നത്. 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. ഇത് ഇത്രയും സമയം എടുത്ത് എന്ത് ചെയ്തു? നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9. ഈ 6 തിരിച്ചുമ്പോൾ ഇവിടെ 9 അല്ലേ? അപ്പോൾ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9. ഇത് തെറ്റിപ്പോയത്. ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ഡിസംബർ 9-നാണ് എന്ത് ചെയ്തത്? ആദ്യ സമ്മേളനം നടക്കുന്നത്. ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഇതെല്ലാം നമുക്കറിയുന്ന ചോദ്യമാണ്. ആരാ? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ്? ഇലക്റ്റഡ് ആയിട്ടുള്ള അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി ഭരണഘടന അംഗീകരിച്ചത്, ഭരണഘടന അഡോപ്റ്റ് ചെയ്തത്, അതായത് ഭരണഘടന അംഗീകരിച്ചത്, ഈ വേർഡ് സ്ട്രെസ്, അതായത് നല്ല രീതിയിൽ പഠിക്കണം. അംഗീകരിച്ചത് എന്ന ചോദ്യം വന്ന 1949 നവംബർ 26-ആണ്. 1949 നവംബർ 26. അപ്പോൾ ആദ്യ സമ്മേളനം നടന്ന എന്നാണ് തെറ്റരുത്. 1946 ഡിസംബർ 9. ഭരണഘടന അംഗീകരിച്ചത് അല്ലെങ്കിൽ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 49 നവംബർ 26-നാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്താണ്? 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വന്നത്. ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു ചിത്രമൊക്കെ എന്ത് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിച്ച ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റു രാജ്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യയുടെ വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് അദ്ദേഹം വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരുന്നത്. അപ്പം ഇതിനകത്ത് പഠിക്കാനുള്ള പോയിന്റ് ഡോക്ടർ BR അംബേദ്കർ ആണ് എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടേതാണ്? അത് ഇന്ത്യയുടെയാണ്. ലോകത്തിലെ ഏറ്റവും എഴുതപ്പെട്ട വലിയ ഭരണഘടന ആരുടെ? അത് ഇന്ത്യയുടെ. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? 22 ഭാഗങ്ങളും. എത്ര ഭാഗങ്ങളാണ്? എത്ര പാർട്സ് ആയിരുന്നുള്ള? 22 അനുച്ഛേദം 395 പട്ടികകൾ എത്രയായിരുന്നു? 8 പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര പട്ടികകളാണ്? 8 പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര പട്ടികയാണ്? 8 പട്ടിക. ഒന്ന് പറഞ്ഞേ. 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദം, എത്രയാണ്? 8 പട്ടികയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? ഇത് ഈ ഇടയ്ക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഹെഡിങ്ങിൽ കൊടുക്കുന്നതായിരുന്നു ഈ ഇടയ്ക്ക് എക്സാംസിന് ചോദിച്ചു കണ്ടത്. പാർലമെന്ററി ജനാധിപത്യ ഭരണം അല്ലെങ്കിൽ പാർലമെന്ററി ഡെമോക്രസി എന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് പറയാം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നത്. ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് എക്സിക്യൂട്ടീവ് ഓഫ് ദി കൺട്രി. ലെജിസ്ലേച്ചർ ആണ് രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളെ നിയന്ത്രിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. പാർലമെന്ററി ജനാധിപത്യ ഭരണം ഇത് ഓർത്തിച്ചിരുന്നാൽ മതി. പാർലമെന്ററി ഡെമോക്രസിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ജനങ്ങളാണ് ഇവിടുത്തെ പരമാധികാരി. നമുക്കറിയാലോ ജനങ്ങളുടെ പരമാധികാരം എന്തിന്റെ ഫീച്ചറാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചറാണ്. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. പിന്നെ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുറപ്പ് നൽകുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ഉറപ്പുന്നുണ്ട്. ഓരോ വ്യക്തിയും രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് ഇത്. അതായത് നമ്മുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക കടമകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അത് ഒരു സിറ്റിസൺ നമ്മുടെ സമൂഹത്തോടും രാഷ്ട്രത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടാണ് മൗലിക കടമകളിൽ പറയുന്നത്. പിന്നെ എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ നമുക്ക് DPSP എന്ന് പറയാം. സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. നിയമവാഴ്ച ഇതാണ് ഏറ്റവും നല്ലൊരു ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഫീച്ചർ. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സിൽ കൂടുതലുള്ളവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് വോട്ട് ചെയ്യാം. പിന്നെ സ്വതന്ത്രവും നിക്ഷിപ്തമായിട്ടുള്ള
നീതിന്യായ വ്യവസ്ഥ. അതായത് നമ്മൾ എന്താ പറയുന്നത്, ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ഡെമോക്രസി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ഡെമോക്രസി, സ്വതന്ത്രവും നിക്ഷിപ്തമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. അതായത് നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. കോടതി എന്താണ്, ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഫെഡറലിസം ആണ്. ഫെഡറലിസം എന്ന് പറയുന്നത് അടുത്തൊരു പ്രത്യേകതയാണ്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിക്കുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അതായത് അധികാരം ആർക്കൊക്കെയാണ്, സെന്ററിനും സ്റ്റേറ്റ്സിനും ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന എന്ത്, സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് രാജ്യത്ത് ഒരൊറ്റ പൗരത്വമുള്ളൂ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പൗരത്വം ഇല്ല. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇത് പെട്ടെന്ന് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വർക്ക് ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിയമങ്ങളുടെ ഉറവിടങ്ങളാണ്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പോയിന്റിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയായിട്ട് കാണപ്പെടുന്നത് ഭരണഘടനയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏതൊരു നിയമം നിർമ്മിച്ചാലും അത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിയമിക്കാൻ പാടുള്ളൂ. നിയമം ഒരിക്കലും ഭരണഘടനയ്ക്ക് അതീതമല്ല എന്നൊരു പോയിന്റാണ് ഇതിനകത്ത് പറയുന്നത്. ഭരണഘടനയായിരിക്കണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള പോയിന്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഭരണഘടന പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കുറേ നിയമങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദുരന്ത നിവാരണ നിയമം, അധിഷ്ഠിതമായി ബാലവേല നിരോധന നിയമം, ഭൂപരിഷ്കരണ നിയമം, ബാലനീതി നിയമം. ഇത് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കാനുള്ളത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമം 2012 പോക്സോ ആക്ട്. അത് ഇംഗ്ലീഷിലാണ് ഈ വട്ടം ചോദിച്ചത്. ഒരു വട്ടം ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് ചോദിച്ചത്, പ്രൊട്ടക്ഷൻസ് ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ്. സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 എന്നുള്ളതാണ്. ഇതിൽ 18 വയസ്സ് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി എന്താണ് നിയമം പരിഗണിക്കുന്നത്. അതായത് 18 വയസ്സ് താഴെയുള്ള ഏതൊരു ആണിനെയും കുട്ടിക്കും പെൺകുട്ടിക്കും ലൈംഗിക അതിക്രമം നേരിട്ട് കഴിഞ്ഞാൽ അവരെ എന്താണ് കുട്ടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. ഇതിനകത്ത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നില്ല, 18 വയസ്സ് താഴെയുള്ളവരെല്ലാം എന്താണ് കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്. അവരെല്ലാം ഈ പോക്സോ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്താനുമുള്ള ഒരു ഉടമ്പടിയാണ്, ഒരു ട്രീറ്റിയാണിത്. ആ ഒരു ട്രീറ്റിയുടെ വർഷം ഏതാണ്, കുട്ടികളുടെ അവകാശ ഉടമ്പടി ട്രീറ്റി എന്ന 1989 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഈ നിയമത്തെ കുറിച്ചിട്ട് ഇത് റീസെൻ്റ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്തത്. പക്ഷേ ഇത് കുട്ടികൾക്ക് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ദയാരഹിതവും സുരക്ഷിതവുമായ സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് എന്താണ് അരുത് അല്ലെങ്കിൽ നോ പറയാൻ എന്ത് ചെയ്യണം, നമ്മൾ കൊച്ചിയിലെ കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇനി ലൈംഗിക അതിക്രമ കേസുകൾ ഇവിടെ മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ട വകുപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 19 പ്രകാരമാണ് നമ്മുടെ ഈ സെക്ഷുവലായിട്ട് നടക്കുന്ന എല്ലാ കേസസും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് നമ്മൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസിലോ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളിത് രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളിത് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ നമുക്ക് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇനി പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. എന്ത് ഓഫീസേഴ്സ് എന്നാണ്, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം അല്ലെങ്കിൽ പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഏത് വകുപ്പ് പ്രകാരമാണ് പോക്സോ മോണിറ്ററിംഗ് സെൽ വന്നിരിക്കുന്നത്, വകുപ്പ് 44 പ്രകാരമാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ചെയ്ത പോക്സോ വന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ളവരെല്ലാം കുട്ടിയായിട്ട് ഇതിനകത്ത് പരിഗണിക്കുന്നു. അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്താൽ ഏത് വകുപ്പ് പ്രകാരമാണ്, 19 വകുപ്പ് പ്രകാരമാണ്. ഇത് സ്പെഷ്യൽ ജുവനൈൽ പോലീസിലോ അല്ലെങ്കിൽ പോലീസ് യൂണിറ്റിലോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പറയാം. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ പറയുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ് എന്നാണ് പറയുന്നത്. 44 പ്രകാരമാണ് നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഉണ്ട്. 44 വകുപ്പ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. അതോടെ പോക്സോ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിക്കും എന്നാണ് കഠിനമായ ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. അതായത് നമ്മുടെ സിറ്റിസൻസിൻ്റെ എന്താണ് അവകാശങ്ങളും കടമകളും എന്തൊക്കെയാണ് സ്ഥാപിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു.
ഗവൺമെന്റിന് എത്രമാത്രം അധികാരങ്ങളുണ്ട്, അവർക്ക് എത്രമാത്രം പരിമിതികളുണ്ട്, അതൊക്കെ എന്താണ് ഇത് വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്താണ്, ആദർശങ്ങൾ എന്താണ് എന്നിവയൊക്കെ നിർവചിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലാണ്. രാജ്യത്തിന്റെ എല്ലാ ഭരണ സംവിധാനത്തെ ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് മാത്രമേ എന്താണ് എല്ലാ ഭരണ സംവിധാനങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഇത് നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പഠിച്ചിട്ടില്ല. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇതാണ്. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നിലനിൽക്കുന്നു. രാജ്യത്തിനൊരു ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ടാണ് നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നത്. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ നമുക്ക് എന്താണ് വായിച്ച കിട്ടാം. പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇത് കുട്ടികൾക്ക് കുറച്ച് കൊടുത്തിരിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഒന്നാം ഭേദഗതി 1951 തൊട്ട് അടുത്ത വർഷം എന്താ ഒന്നാം ഭേദഗതി വരുന്ന പട്ടികകളുടെ എണ്ണം എന്തായി 9 മാറി. നമ്മൾ മുമ്പേ പറഞ്ഞ എന്താണ് 8 പട്ടികകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. 9ാമത്തെ പട്ടികയ്ക്കകത്ത് പറയുന്ന ഭൂപരിഷ്കരണമാണ് 9ാമത്തെ പട്ടികയ്ക്കകത്ത് പറയുന്നത്. 42ാം ഭേദഗതി 1976 മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്തൊക്കെയാണ്? മതേതരത്വം സോഷ്യലിസം അഖണ്ഡത. ഈ 3 മതേതരത്വം സോഷ്യലിസം അഖണ്ഡത, മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. 44ാം ഭേദഗതി എന്താണ്? 1970 സ്വത്ത് അവകാശത്തെ എന്താണ് മൗലിക അവകാശം അല്ലാതാക്കി. അതായത് 44ാം ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? സ്വത്ത് അവകാശത്തെ എന്ത് ചെയ്തു? ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതാക്കി മാറ്റി. ഇനി ഭേദഗതി 73, 74, 92 പഞ്ചായത്ത് നഗരപാലിക നിയമമാണ്. 73, 74. 73 എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജും, 74 നഗരപാലിക ആക്റ്റുമാണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. 86ാം ഭേദഗതിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 86ാം ഭേദഗതി. അത് വിദ്യാഭ്യാസത്തെ എന്തായാലും മൗലിക അവകാശമായി. 2002 ഭേദഗതിയാണിത്. വിദ്യാഭ്യാസത്തെ എന്താക്കി മാറ്റി? മൗലിക അവകാശമാക്കി മാറ്റി. ഇനി GST നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് GST സ്ലാബുകളൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ കറണ്ട് അഫെയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ 101ാം ഭേദഗതി പ്രകാരമാണ് 2016 ഈ വർഷം മറക്കരുത്. 2016 ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു PSC ആസ്പിരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭേദഗതികൾ, അതായത് റീസെൻ്റ് വരെയുള്ള ഭേദഗതികൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഭേദഗതികളെ കുറിച്ചിട്ടാണ്. ഏത് വകുപ്പിലാണ് പറയുന്നത്? 368ാം വകുപ്പിലാണ് ഭേദഗതികളെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഭരണഘടനയെ അടിസ്ഥാന ഘടനയെ ഭേദഗതി ചെയ്യാൻ എന്തില്ല? പാടുള്ളതല്ല എന്ന് പറയുന്നുണ്ട് സുപ്രീം കോടതി പറയുന്നത്. അത് പറഞ്ഞ് പ്രസ്താവിച്ച കേസാണ് 1973 അതായത് ഭരണഘടനയെ അടിസ്ഥാന ഭരണഘടനയ്ക്ക് ഒരു ഘടനയുണ്ട്. അതിൻ്റെ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള ആ ഒരു ഘടന എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് ആണ്. കേശവാനന്ദ ഭാരതി കേസാണ് എന്ത് ചെയ്തത്? വിധിച്ചത്. കേശവാനന്ദ ഭാരതി കേരള സർക്കാർ, അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു മഠത്തിൻ്റെ ഒരു അധിപനായിരുന്നു. കേശവാനന്ദ ഭാരതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരള സർക്കാരിന് നൽകിയ കേസിലായിരുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ യാതൊരു മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരുപാട് വട്ടം ചോദിച്ചാൽ 1973 എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. വിദ്യാഭ്യാസ മൗലിക അവകാശം. അപ്പോൾ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥയിൽ എന്താണ്? ഭരണഘടനയിൽ 21A വകുപ്പായിട്ട്. അപ്പോൾ 21A എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസം മൗലിക അവകാശം, അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത് 21A ഓർത്തിരിക്കുക. ഈ ഭേദഗതി അനുസരിച്ച്, ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഭേദഗതി അനുസരിച്ച് ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇത് ഈ കുറച്ച് നാളായിട്ട് മുമ്പ് ഇത് ചോദിച്ചിട്ടുള്ള ഈ ഒരു ഡേറ്റ് ചോദിച്ചായിരുന്നു. ഇനി 6 മുതൽ എത്ര വയസ്സ് മുതലാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2002 86ാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത്. ഏത് ആർട്ടിക്കിളാണെന്ന് വെച്ചാൽ 21A എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് നിർബന്ധവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് നോക്കാൻ ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ് നമ്മൾ ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ബോക്സിൽ പറഞ്ഞല്ലോ എന്തൊക്കെയാണ്? 1970 കാര്യം എന്താണ്? 1976 ഈ ഒരു ഭേദഗതി വന്നത്. മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു. പിന്നെ ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. സുപ്രധാനമായി നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? അത്
42-ാം ഭേദഗതി 1976 1976-ലാണ്. ഈ ഒരു സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. അത് ഒരുപാടായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഇത് കുട്ടികൾക്കായിട്ടുള്ള സ്കൂൾ ആക്ടിവിറ്റീസാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെന്ന് പറയാം. എന്തെങ്കിലും റെക്കമെൻഡേഷൻസ്, എന്തെങ്കിലും സജഷൻസ്, ഇനി ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.